IFSലെ ഇന്നും നിലനിൽക്കുന്ന റെക്കോർഡ് വിജയത്തിൽ നിന്നും ഔദ്യോഗിക ലാവണത്തിൽ നിന്നും സ്വയം വിരമിച്ച് ജൈവകൃഷിയിലേക്ക് എത്തിയതാണ് PN. ഭൂമിയിൽ തനിക്കാവും വിധം ഒരു തുണ്ടു ഭൂമിയെങ്കിലും വിഷരഹിതമായി നിലനിർത്തുക എന്ന ലളിത കാമന മാത്രമാണ് പ്രചോദനം. താങ്ങായി പഠിച്ച വനവിജ്ഞാനവും. ഈ സ്ഥലം വാങ്ങുന്നത് 96-ലാണ്. 96-ൽ ഈ സ്ഥലം വാങ്ങുന്ന കാലത്ത് ഇവിടെ ബാരൻ ലാൻഡ് ആയിരുന്നു. കോട്ടൺ കൃഷിയാണ് ഇവിടെ ഈ പ്രദേശങ്ങളിൽ നിറയെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു പ്രദേശം 96-ൽ വാങ്ങി. അതിനുശേഷം ഇത് സ്വാഭാവികമായിട്ട് വന്ന മരങ്ങളെ അനുവദിച്ച് കൂട്ടത്തിൽ നമ്മുടേതായ ചെറിയ ചേരുവകളും, ഉദാഹരണത്തിന് മാവ്, കുറച്ച് തെങ്ങ്, കഴിയാവുന്നത്രയും വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് ഉള്ള ചെടികളും മരങ്ങളും ആണ് നട്ടു വളർത്തിയത്. ഏതാണ്ട് 600 മില്ലിമീറ്ററിൻ്റെ അടുത്ത് മഴയാണ് കിട്ടുക. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഡ്രൈ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മളൊരു മരവും ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇവിടെ പുഴ തൊട്ടടുത്തുണ്ട്, അത് ശരിയാണ്. പക്ഷെ വേണമെങ്കിൽ വെള്ളം പമ്പ് ചെയ്തിട്ട് നമുക്ക് വളരെ ഇൻറ്റൻസ് ഫാമിങ്ങിനൊക്കെ വേണമെങ്കിൽ പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ അത് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി ഒരു പ്രശ്നമാണ്. 2, നമ്മളിവിടെ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ആർക്കും നമുക്ക് പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ കോസ്റ്റ്ലി മോഡൽസ് ഉണ്ടായാൽ തന്നെ വേറൊരാൾക്ക് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ എക്സ്പെൻസീവ് അല്ലാത്ത ചെറിയ ചെറിയ ഇൻപുട്ട് മാത്രം കൊടുത്തുകൊണ്ടുള്ള കൃഷിയെ ഞാൻ അന്നും തുടക്കത്തിലും ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. സൈലന്റ് വാലി പോയിന്റുകൾക്ക് സൈരന്ധ്രി തുടങ്ങി വിപുലമായ വായന പകർന്ന പേരിടലുകൾ. രോഗത്തെ പ്രതിരോധിച്ച് ഇടം കൈകൊണ്ട് നേടിയെടുത്ത വശതയിൽ റെക്കോർഡ് IFS വിജയം. സൈലന്റ് വാലിയിലെ ആദ്യ വാർഡിൽ സംഭവബഹുലമായ ജീവിതം. ഒപ്പം പരിസ്ഥിതി പുനഃസ്ഥാപനവുമായി ഉടർന്ന നിരന്തര സമ്പർക്കം. ഒടുവിൽ ആരണ്യക എന്ന സാക്ഷാത്കാരം. ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ മണ്ണും നമുക്ക് നന്നായിട്ട് അറിയണം. മണ്ണ് ഒരല്പം ന്യൂട്രൽ ടു ആൽക്കലൈൻ നേച്ചറാണ്. തമിഴ്നാടിൻ്റെയൊക്കെ ഒരു സാമീപ്യം ആ നിലയ്ക്ക് നമുക്ക് കാണാം. പിന്നെ മഴ എന്ന് പറയുന്നത് 600 മില്ലിമീറ്ററിൻ്റെ അടുത്താണ് ഉള്ളത്. അന്തരീക്ഷം നോർമലി ഒരു ഡ്രൈ ഇതാണ്, ഹ്യൂമിഡിറ്റി തീരെ കുറവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ പുഴ അടുത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പുഴയിൽ നിന്ന് വെള്ളം ഒരുപാട് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നത് ഒരു വലിയ എക്സ്പെൻസീവ് മോഡലാണ്. നമുക്ക് ആർക്കും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ കിട്ടുന്ന മഴവെള്ളത്തിനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൃഷികളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടുതലും മരങ്ങൾ തന്നെയാണ് ആ രീതിയിൽ പറ്റുക. അപ്പോൾ അതിൽ മാവ് അത്തരത്തിലുള്ളൊരു നല്ല ക്രോപ്പാണ്. ചെറുനാരകം നല്ലൊരു ക്രോപ്പാണ്. പിന്നെ നെല്ലി അത്തരത്തിലുള്ളൊരു ക്രോപ്പാണ്. ഇത് ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഏതാണ് അത്തരത്തിലുള്ള ഒരു വന്യതയുടെ സ്വഭാവം ഉണ്ടായിരിക്കണം, എന്നാൽ നമുക്കൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റബിൾ പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു ചേരുവ ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. കാര്യം നമുക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് മോഡലില്ല. പ്രകൃതിയുടെ തനത് ജൈവിക ശേഷി പ്രയോജനപ്പെടുത്തിയതാണ് തോട്ടം. പ്രാമുഖ്യം മാവുകൾക്കാണ്. ഒപ്പം തെങ്ങും മാതളവും പ്ലാവും ജാതിയും നാരകവും തുടങ്ങി വർദ്ധിത ജലപ്രദാനത്തെ ഉപജീവിക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. അടുത്ത പശുക്കളെ വളരെ സ്ഥിരമായിട്ടുള്ള തമിഴ് കൃഷിക്കാരൊക്കെ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചാണകം മൂത്രമൊക്കെ മേടിച്ച് കൊണ്ടുവരും. അതും പിന്നെ പിണ്ണാക്ക് തുടങ്ങിയതൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ പഴം, മാങ്ങയുടെ ഇതൊക്കെ ആകുമ്പോൾ ആ പഴത്തിൻ്റെ ചാറ് കിട്ടും, അതൊഴിക്കും അതിലേക്ക്. പരമാവധി ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിലൊഴിച്ച് തന്നെ ഒരു മിശ്രിതം ഉണ്ടാക്കി എടുത്തു വെച്ച് ഒരു ബാക്ടീരിയൽ ഇതിൻ്റെയൊക്കെ കൾച്ചർ ഉണ്ടാക്കിയെടുക്കും. അത് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കും. തന്നെയാണ് ഇപ്പോൾ കൂടുതൽ, അല്ലാണ്ട് വേറെ വളപ്രയോഗമൊന്നും ചെയ്യുന്നത്. ഫെറോമോൺ ട്രാപ്പ് എന്ന് പറയും. ഇതിൽ
ഈ ഫിറോമോൺ എന്ന് പറഞ്ഞാൽ ഈ ഇൻസെക്ട്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്മെല്ലാണത്. അത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പ്രത്യേക ചില ഈച്ചകൾ ആകർഷിക്കപ്പെടുകയും അത് ഇതിനുള്ളിൽ വന്ന് നിറയും. അതിന് പുറത്തേക്ക് പോവില്ല. ആ സ്മെല്ല് അവിടെ ഉള്ളിടത്തോളം കാലം ഈ ഈച്ചകൾ അതിനുള്ളിൽ തന്നെ അങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പോൾ അത് അതിൽ തന്നെ ചത്തുപോകും. പലപ്പോഴും ഉറുമ്പുകൾ വന്നിട്ട് അതിനൊക്കെ എടുത്ത് തിന്നുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ചത്ത് കിടക്കുന്ന ഈച്ചകളെ ഉറുമ്പ് തിന്ന് സാവധാനത്തിൽ ഒരു കൊല്ലമൊക്കെ, ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞാൽ ഇതിലൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞിരിക്കും. എനിക്ക് ഒരുപാട് അധ്വാനം, ഒരുപാട് മാറ്റിമറിക്കലുകളൊന്നും നമ്മൾ ആവശ്യപ്പെടാത്ത ഒരു കൃഷി രീതിയാണ് ഞാൻ ലാൻഡ്സ്കേപ്പിനെ കണ്ടമാനം മാറ്റിമറിക്കലുകൾക്ക് വിധേയമാവണ്ട എന്ന് തീരുമാനിച്ച ഒരു കൃഷി രീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇവിടെ കിട്ടുന്ന മഴ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതേ ഉപയോഗിക്കുന്നത്. അധികമൊന്നും പുഴയെ നമ്മൾ വല്ലാതെ ഉപദ്രവിക്കുന്നില്ല. മിനിമം മാത്രമേ പുഴയുടെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രകൃതിയെ അധികം ഉപദ്രവിക്കാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംതൃപ്തി എന്തായാലും ഉണ്ട്. ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് 3.5 പതിറ്റാണ്ടിൻ്റെ സ്വയം വിരമിക്കൽ നിന്ന് സമാന്തരമായി 2 പതിറ്റാണ്ടടുക്കുന്ന അരണ്യക നിർമ്മിതിയിലും അതിനകത്തെ ജീവനത്തിലും അതീവ സംതൃപ്തനാണ് PN. 100% പ്രകൃതിദത്തമായ ജൈവകൃഷിത്തോട്ടത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ആരണ്യകം.